ഈ ഹേമ കമ്മിറ്റിയുടെ സമയത്ത് പറഞ്ഞു സർക്കാരല്ല താരസംഘടനയാണ് നടപടിയൊക്കെ എടുക്കേണ്ടത്. ഇങ്ങനെ എന്താ പറയുക, സ്റ്റാർ നൈറ്റ് മാത്രം നടത്തിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ളവർ മുഴുവൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അവരൊരു പരിഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നോട് നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പരിഭവം തോന്നിയാലും അവർക്കുള്ള ഉത്തരം ഇതാണ്: എന്നെയാണ് ഉർവശി ഉദ്ദേശിച്ചത് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരും എന്നോട് ഒരാൾക്കാരും പെരുമാറിയിട്ടില്ല. പെരുമാറാതിരിക്കുക എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നിച്ചിടപഴകി നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന താല്പര്യങ്ങളെ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടുപേർക്കും താല്പര്യമുള്ളെങ്കിൽ ആർക്കും പരാതിയില്ല. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് അവിടെ ആർക്കെങ്കിലും അമ്മ സംഘടന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയല്ലേ? ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. മാസാമാസം കിട്ടുന്ന ആ കൈനീട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അത്തരം ഒത്തിരി കാര്യങ്ങൾ എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. അതൊക്കെ ഈ സ്റ്റാർ നൈറ്റ് നടത്തിയ കിട്ടുന്നത്. അതിനെ ഒന്നും മോശമായിട്ടല്ല പറഞ്ഞത്. പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് വ്യക്തിത്വത്തോടു കൂടി ഉള്ള സംസാരങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കും. ഒരു ഉത്തരവാദിത്തമായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കും. അല്ലാതെ ഈ വഴവഴ കൊഴകൊഴ എന്നുള്ള സമ്പ്രദായം പറയാതിരിക്കുക. ഒരു നിലപാട് തീർച്ചയായിട്ടും അത്തരം ഒരു സംഗതി ഉണ്ടായാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണത്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാവണമെന്നില്ല. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് ശക്തമായിട്ടെടുക്കും എന്ന് പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഈ സിനിമയിലൊക്കെ ഇടിവെട്ട് ഡയലോഗ് പറയുന്നവർ, അത് എഴുതുന്നവർ, അത് സംവിധാനം ചെയ്യുന്നവർ, ഇവരൊന്നും ഈ സമയത്തൊന്നും മിണ്ടിയില്ല. ഇപ്പം ഞങ്ങൾ ന്യൂസ് ചാനലുകളൊക്കെ ആ സമയത്ത് ചർച്ചയിൽ പ്രതീക്ഷിച്ചത് ഈ ഒരു നിലപാട് ആരെങ്കിലും പ്രകടിപ്പിക്കുമെന്നാണ്. നല്ല കഴിവുണ്ടായിട്ടും ഒരുപാട് കാലം പുറത്താക്കപ്പെട്ട പാർവതിക്കൊപ്പം ഒരു സിനിമ വരുമ്പോൾ ഉർവശി എന്നൊരു മുതിർന്ന നടി മാത്രമാണ് പറഞ്ഞത്. അതും ഞെട്ടിക്കുന്നതാണ്. പക്ഷെ അത്രയെങ്കിലും ഒരാൾ പറയണമല്ലോ എന്ന് വിചാരിച്ചു ആ സമയം. അല്ല, ഇതുകൊണ്ടാണ് ആരെയും വേദനിപ്പിക്കാനോ സിനിമയിൽ ആരെയും വേദനിപ്പിക്കാനോ ഒന്നും പറയാനോ പറ്റില്ല. സിനിമയിലുള്ളവരെ കുറിച്ച് മോശമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ മലനിർന്ന് തുപ്പുന്ന പോലെ ആവുള്ളൂ. പക്ഷേ ഇതൊന്നും നടക്കാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് സിനിമാക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് അർത്ഥം വരും. ഞങ്ങൾക്കും ഇല്ലേ പ്രണയങ്ങൾ, വിചാരവികാരങ്ങൾ ഞങ്ങൾക്കും ഇല്ലേ? അത് എവിടെ ബലം പ്രയോഗിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേ എവിടെയും പരാതിയാവുന്നുള്ളൂ. അതിന് നടുറോഡിലായാലും വീട്ടിലായാലും എവിടെയും. സ്ത്രീക്ക് എവിടെയാണ് സുരക്ഷയില്ലാത്ത എല്ലാ സ്ഥലങ്ങളും യാത്രയിലുണ്ടോ? ഒറ്റയ്ക്ക് റോഡ് യാത്ര ചെയ്യുമ്പോഴുണ്ടോ? ഒരു സ്ഥലത്തുമില്ല. പക്ഷേ സിനിമയിൽ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡാണ്, സുരക്ഷിതരാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളും തീരുമാനങ്ങളും നമ്മളും കൂടെ കാരണമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിർബന്ധപൂർവ്വം ആരെ എന്ത് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഈ 4 പതിറ്റാണ്ടുമായിട്ട് സിനിമയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ പറയുന്നത്, അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ഇതുപോലെ ചാനലുകളുമില്ല. അന്നും ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ വന്നാൽ സെറ്റിൽ ഇങ്ങനെ തന്നെ തുറന്നടിച്ച് പറയുമായിരുന്നു. അല്ല, തുറന്നടിച്ച് പറയുക എന്ന് പറയുന്നത് കുറച്ച് പ്രായവും നമ്മുടെ അനുഭവ സമ്പത്തും കൂടെ വരുമ്പോൾ ഇതിനൊരു ഗൗരവം ഉണ്ടായെന്നിരിക്കാം ശബ്ദത്തിന്. പക്ഷേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തടത്ത് അസത്യം പറയാതിരിക്കുകയെങ്കിലും ചെയ്യുക, മിനിമം. അത് ഞാൻ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാൻ ഒരിക്കലും എൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ എന്ന് വിചാരിച്ച് പറയുമ്പം കള്ളം പറയരുത്, പറയേണ്ടി വരുമ്പോൾ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് സിനിമയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ചാൻസുകൾ പോവുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പലരും പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്തോ എനിക്കറിയില്ല. എൻ്റെ പ്രേക്ഷകർ എന്നെ സ്വീകരിക്കുന്നിടത്തോളം കാലം ഞാനിവിടെ ഉണ്ടാവും. അതിനപ്പുറത്തോട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറമാണ് ദൈവം. ദൈവത്തെക്കാൾ വലിയ ഒരാളായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല.